ഹായ് ഫ്രണ്ട്സ്, ഇതിനു മുമ്പേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ വണ്ടിയുടെ മെയിൻ ആക്സിലായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം അത് എടുത്തു കൊണ്ടുവന്നു. പിന്നെ ഇതിപ്പം ഈ വണ്ടിക്ക് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിന് ശേഷമല്ലേ നമുക്ക് ഈ വണ്ടി ഒന്ന് പുറത്തിറക്കണ്ടേ, അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. അത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്യുന്ന ആൾ നമ്മളെ ദാസ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ എല്ലാം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ദാസാന്ന് ഈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എയർ ഫിൽറ്ററും കൂടി ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ വണ്ടിയുടെ. ദാസ് അതിൻ്റെ എയർ ഫിൽറ്ററെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. എല്ലാം ശരിയായി. സംഭവം എന്താ, പുതിയ മോഡൽ എയർ ഫിൽറ്ററാണ്. നല്ല കളർഫുള്ളായിട്ടില്ലേ, അങ്ങനെ അടിപൊളിയല്ലേ. അത് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം മാക്സിമം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി വണ്ടിക്ക് പിന്നെ ഓടുന്നതിനിടക്കുന്ന ഒരു ബുദ്ധിമുട്ട് വേണ്ടപ്പോൾ അതുകൊണ്ട് നമ്മളെ വർക്ക്ഷോപ്പിലെ മെയിൻ ചങ്ങായിയാണ്. അന്നേരം എല്ലാ പണിയും നല്ല ഇതിൽ ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ട് നമ്മൾ നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും നാട്ടിലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി ഇങ്ങോട്ട്. ഇതാണ് നമ്മൾ കാണിച്ചു തന്ന ആ സാധനം. നമ്മൾ പോയിട്ട് അന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് വന്ന സാധനം ഇതാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ ചെറിയൊരു കമ്പ് പോലെ കാണുന്നില്ലേ, അതന്നെ. ഇതാണ് കേട്ടോ വർക്ക്ഷോപ്പിൻ്റെ പേര്. അതേ ബോർഡിൽ തന്നെ മൊബൈൽ നമ്പറും ഉണ്ട്. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ എന്നതാണ്. പാടിയൊട്ടിച്ചാൽ ടൗണിൽ നിന്ന് മേലെ കുരിശുപള്ളിയുടെ സമീപം തന്നെയാണ് ഈ വർക്ക്ഷോപ്പ് ഉള്ളത്. ഏതാവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇത് നമ്മൾ ദാസിൻ്റെ പാർട്ട്ണറാണ് കേട്ടോ. രണ്ടാളും നല്ല കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്. ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും വണ്ടി റെഡിയാക്കി തരാം എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്.